PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വരുന്ന LDC എക്സാമിനാണെങ്കിലും വരുന്ന LGSനാണെങ്കിലും എല്ലാ പരീക്ഷകൾക്കും യൂസ്ഫുൾ ആവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു സീരീസ് പോലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ സോഡിയാക് പബ്ലിക്കേഷൻ്റെ സോഴ്സ്, ഓരോ ചോദ്യങ്ങളും അതിൻ്റെ സോഴ്സും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ്, SCERT NCERT ഫാക്ട്സ്, അഡീഷണൽ ഫാക്ട്സ് എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു പുസ്തകം നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പുസ്തകം വാങ്ങിക്കാൻ കഴിയാത്തവർക്ക് വേണ്ടിയിട്ട് ആ ഒരു PDF വെച്ചിട്ട് ക്ലാസ് എടുക്കണമെന്ന് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളും ആ ഒരു നമ്മുടെ സോഡിയാക് പബ്ലിക്കേഷൻ്റെ പുസ്തകത്തിൻ്റെ ആ ഒരു PDF വെച്ചിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. ഈ പുസ്തകം കംപ്ലീറ്റ് ആയിട്ട് മുഴുവനായിട്ട് വേണം എന്നുള്ളവരുണ്ടെങ്കിൽ 2023-24 വർഷങ്ങളിൽ നടന്നിട്ടുള്ള ചോദ്യ പേപ്പറുകളുടെ ചോദ്യങ്ങൾ എവിടെ നിന്നൊക്കെയാണ്, ചോദ്യത്തിൻ്റെ ഉറവിടം എന്ന് പറഞ്ഞിട്ട് സോഴ്സ് സഹിതം റിലേറ്റഡ് ഫാക്ട്സും സഹിതം കൊടുത്തിട്ടുള്ള ഒരു പുസ്തകമാണ്. അപ്പോൾ വാങ്ങിക്കണം എന്ന് താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തേക്കാം, വാങ്ങിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതുപോലെ തന്നെ ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളും ഇനി വരുന്ന പരീക്ഷകൾക്കൊക്കെ വേണ്ടിയിട്ട് ആ ഒരു PDF വെച്ചിട്ട് ക്ലാസ് നൽകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. ആദ്യത്തെ ചോദ്യം: ധാതുക്കളുടെ ശേഖരമുള്ള സ്ഥലം ലിസ്റ്റ് 1-ലും അവിടെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതുക്കൾ ലിസ്റ്റ് 2-ലും നൽകിയിരിക്കുന്നു. ശരിയായ ജോഡികൾ കണ്ടെത്തി ഉത്തരം നൽകുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് നോക്കിക്കേ: മയൂർഭഞ്ച്, കോലാർ, റാണിഗഞ്ച്, മലഞ്ചുഗണ്ട്. ഇവിടെ കൽക്കരി, ചെമ്പ്, സ്വർണം, ഇരുമ്പ്. അപ്പോൾ ഇതിൻ്റെ ശരിയായ ഉത്തരം അവിടെ തന്നിട്ടുണ്ട്. ഉത്തരം ഓപ്ഷൻ ഡി ആണ് എന്നുള്ളത്, ഓപ്ഷൻ സി ആണ് എന്നുള്ളത് തന്നിട്ടുണ്ട്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ആദ്യത്തേത് ഡി, 1D എന്ന് പറയുമ്പോൾ മയൂർഭഞ്ച് എന്ന് പറയുന്നത് ഇരുമ്പ്, ദെൻ കോലാർ എന്ന് പറയുന്നത് സ്വർണം, റാണിഗഞ്ച് എന്ന് പറയുന്നത് കൽക്കരി, മലഞ്ചുഗണ്ട് എന്ന് പറയുന്നത് ചെമ്പ്. ഇതാണ് ശരിയായിട്ട് യോജിപ്പിക്കുന്നത്. അപ്പോൾ ഈ ചോദ്യം വന്നിരിക്കുന്നത്, ചോദ്യത്തിൻ്റെ ഉറവിടം NCERT +2 ജോഗ്രഫി ഇന്ത്യ പീപ്പിൾ ആൻഡ് എക്കണോമി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുമാണ് ചോദിച്ചിരിക്കുന്നത്. ചാപ്റ്റർ 7-ൽ നിന്നുമാണ് ചോദിച്ചിരിക്കുന്നത് എന്നുള്ളതും എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് NCERT ഫാക്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ഇത്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് ജാർഖണ്ഡ് ആണ്. ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന പ്രദേശം ചോദിച്ചാൽ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ജാർഖണ്ഡ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി അതുപോലെ തന്നെ ഏഷ്യയിലെ ഏറ്റവും വലിയ ഇരുമ്പയിര് നിക്ഷേപം ഇന്ത്യയിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഇരുമ്പയിര് നിക്ഷേപം എവിടെയാണ്? ഇന്ത്യയിലാണ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുമ്പയിര് ഖനി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൈലാദിലയാണ്. ഛത്തീസ്ഗഡിലെ ബൈലാദിലയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുമ്പയിര് ഖനി എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് ഇറക്കുമതി ചെയ്യുന്ന രാജ്യം, ഇരുമ്പയിര് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന രാജ്യം ചൈനയാണ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതലായിട്ട് ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്ന തുറമുഖം ചോദിച്ചിട്ടുണ്ട്. മർമഗോവയാണ്. മർമഗോവ ഇന്ത്യയിൽ നിന്നും കൂടുതലായിട്ട് ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്ന തുറമുഖമാണ് ഏത്? മർമഗോവ. ഇനി സ്ഥിരം ചോദ്യമാണ് PSCയുടേത്. ഇന്ത്യയിൽ മാംഗനീസ് ഉൽപാദനത്തിൽ മുന്നിലുള്ള സംസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മധ്യപ്രദേശാണ്. ഇനി SCERT പ്രകാരമാണ് നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ SCERTയിൽ ഒഡീഷ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ ഇന്ത്യയിൽ മാംഗനീസ് ഉൽപാദനത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഏത് സംസ്ഥാനമാണ്? മധ്യപ്രദേശാണ്. ഇനി ഇന്ത്യയിൽ നിന്ന് മാംഗനീസ് കൂടുതലായിട്ട് ഇറക്കുമതി ചെയ്യുന്ന രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് ചൈനയാണ്. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് ഇറക്കുമതി ചെയ്യുന്ന രാജ്യമായ ചൈനയാണ് ഇന്ത്യയിൽ നിന്നും മാംഗനീസ് കൂടുതലായിട്ട് ഇറക്കുമതി ചെയ്യുന്നത് എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇന്ത്യയിൽ ബോക്സൈറ്റ് നിക്ഷേപത്തിലും ഉൽപാദനത്തിലും 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ ബോക്സൈറ്റ് നിക്ഷേപത്തിലും ഉൽപാദനത്തിലും 1-ാം സ്ഥാനത്ത് ആരാണ്? ഒഡീഷയാണ്. ഒഡീഷ ബോക്സൈറ്റ് നിക്ഷേപത്തിലും. അപ്പം നമുക്ക് ബോക്സൈറ്റ് എന്ന് എഴുതുമ്പോൾ നമുക്ക് ഈ ബോക്സ് എന്നുള്ളത് ഇങ്ങനെ നമുക്ക് എഴുതി നോക്കാം അല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് BO എന്നുള്ള രീതിയിൽ ഓർത്തിരിക്കാം അല്ലെ. ബോക്സൈറ്റിൻ്റെ നിക്ഷേപവും ഉൽപാദനവും ഒഡീഷയാണ് എന്നുള്ള രീതിയിൽ നമുക്ക് ജസ്റ്റ് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വയ്ക്കാം.
ഇനി നിക്കൽ നിക്ഷേപം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സംസ്ഥാനം, നിക്കലിന്റെ നിക്ഷേപം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഒഡീഷയാണ്. അപ്പൊ നമുക്കിങ്ങനെ ഓർക്കാം, നിക്കല്ലേ ഓടു എന്ന് ഓർക്കാം അല്ലെ. അപ്പൊ നിക്കല്ലേ ഓടു. അപ്പൊ നിക്കൽ നിക്ഷേപം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എവിടെയാണ്? അതും ഒഡീഷയിലാണ്. അപ്പൊ ഇന്ത്യയിൽ ബോക്സൈറ്റ് നിക്ഷേപത്തിലും ഉൽപാദനത്തിലും 1-ാം സ്ഥാനം ഒഡീഷയാണ്. നിക്കൽ നിക്ഷേപം കൂടുതൽ കാണപ്പെടുന്ന സംസ്ഥാനം എവിടെയാണ്? ഒഡീഷയിലാണ്. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ ചെമ്പുഖനിയാണ് മലഞ്ച്ഗണ്ഡ്. എവിടെയാണ്? മധ്യപ്രദേശിലാണ് കേട്ടോ. അപ്പൊ ചെമ്പ് ഖനി എന്നല്ലേ പറയുന്നത്. ചെമ്പ് എന്ന് നമുക്ക് ഇങ്ങനെ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ അവസാനം MP-യിലാണ് അവസാനിക്കുന്നത്. സോ ഏറ്റവും വലിയ ചെമ്പ് ഖനി മധ്യപ്രദേശിലെ M വെച്ചിട്ട് തന്നെയാണ് പേര്, മലഞ്ച്ഗണ്ഡ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പൊ മലഞ്ച്ഗണ്ഡ് എന്ന് പറയുന്നത് നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടായിരുന്നു ചേരുംപടി ചേർക്കുന്നതിൽ അല്ലെ. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ ചെമ്പ് ഖനിയാണ് മലഞ്ച്ഗണ്ഡ്, മധ്യപ്രദേശിൽ എന്നുള്ളത് ഓർത്തിരിക്കുക. ഏറ്റവും അധികം സ്വർണം ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചാൽ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്നത് കർണാടക. അപ്പൊ സ്വർണം, കർണം അങ്ങനെ ഒന്ന് ജസ്റ്റ് കണക്ട് ചെയ്യാം അല്ലെ. ഏറ്റവും അധികം സ്വർണം ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് കർണാടക. ഇനി വെള്ളി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജസ്ഥാനിലെ ഖനിയാണ് സവാർ ഖനി. ഉദയ്പൂരിലാണ് കേട്ടോ, രാജസ്ഥാനിലെ ഉദയ്പൂരിലാണ് വെള്ളി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജസ്ഥാനിലെ ഖനി ഏതാണ്? സവാർ ഖനി എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ലോകത്തെ ഏറ്റവും കൂടുതൽ മൈക്ക ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? മൈക്ക ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ചൈനയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ മൈക്ക ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ചൈനയാണെന്ന് ഓർത്തിരിക്കുക. ഇനി നമുക്ക് ഇവിടെ നമ്മളോട് ചോദിച്ചത് ഖനന മേഖലകളും അല്ലെ എന്തിൻ്റെയൊക്കെയാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം മയൂർഭഞ്ച് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടു അല്ലെ. മയൂർഭഞ്ച് ഇരുമ്പാണ്, കോലാർ സ്വർണം, റാണിഗഞ്ച് എന്ന് പറയുന്ന കൽക്കരി, മലഞ്ച്ഗണ്ഡ് ചെമ്പ് എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ധാതുക്കളും അത് എവിടേക്കാണ്, അതിൻ്റെ പ്രധാന ഖനന മേഖലകളും അത് ഏത് സംസ്ഥാനത്താണെന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തേത് ഇമ്പോർട്ടൻ്റ് ആണ്, SCERT-ൽ കൊടുത്തിട്ടുള്ള പോയിന്റ്സ് കുറച്ചും കൂടെ ഊന്നൽ കൊടുത്ത് പഠിക്കണം. അപ്പൊ ആദ്യത്തേത് സുന്ദർഗഡ്, മയൂർഭഞ്ച്, ഝാർ ഇതൊക്കെ ഇരുമ്പയിരിയാണ്. ഓക്കെ, ഇരുമ്പയിരിന്റെ ഖനന മേഖലകളാണ് സുന്ദർഗഡ്, മയൂർഭഞ്ച്, ഝാർ അതെല്ലാം ഒഡീഷയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി സിഗ്ഭം ഉണ്ട്. സിഗ്ഭം എന്ന് പറയുന്നത് ജാർഖണ്ഡിലാണ്. ഷിമോഗ, ചിത്രദുർഗ് അത് കർണാടകയിലാണ്. ദുർഗ, രാജ്ഹാര അത് ഛത്തീസ്ഗഡിലാണ്. അപ്പൊ ഏതൊക്കെയാണ് ഇരുമ്പയിര് ഖനന മേഖലകൾ? സുന്ദർഗഡ്, മയൂർഭഞ്ച്, ഝാർ, സിഗ്ഭം, ഷിമോഗ, ചിത്രദുർഗ, ദുർഗ, രാജ്ഹാര എന്നിവയാണ്. അതൊക്കെ ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണെന്നുള്ളതും കൂടെ ഓർത്തിരിക്കണം. അടുത്തത് മാംഗനീസ് ഉൽപാദനത്തിന്റെ അല്ലെങ്കിൽ മാംഗനീസിന്റെ ഖനന മേഖലകളാണ് സുന്ദർഗഡ്, കലഹന്ദി, കൊരാപുട്ട്, ബൊലാംഗിർ, നാഗ്പൂർ, ദണ്ഡാര, രത്നഗിരി, മാണ്ഡല, തഡാബുവ, ബാലഘട്ട് ഇത്രയും മാംഗനീസിന്റെ ഖനന മേഖലകളാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഏതൊക്കെയാണ്? സുന്ദർഗഡ് ഇമ്പോർട്ടൻ്റ് ആണ്, നാഗ്പൂർ ഇമ്പോർട്ടൻ്റ് ആണ്, രത്നഗിരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്തത് ചെമ്പിന്റെ ഖനന മേഖലകളാണ് സിഗ്ഭം, ചിത്രദുർഗ്, ഹാസൻ, ഝുൻഝുൻ, അൽവാർ, മലഞ്ച്ഗണ്ഡ്, ബാലാഘട്ട് എന്നിവ. അപ്പോൾ ഏതൊക്കെ സംസ്ഥാനത്താണെന്നുള്ളതും കൂടെ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. സിഗ്ഭം എവിടെയാണ്? ജാർഖണ്ഡിലാണ്. ചിത്രദുർഗ്, ഹാസൻ എന്നിവ കർണാടക. ഝുൻഝുൻ, അൽവാർ രാജസ്ഥാനിലാണ്. മലഞ്ച്ഗണ്ഡ് ബാലാഘട്ട് മധ്യപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് ബോക്സൈറ്റിന്റെ ഖനന മേഖലകളാണ് കലഹന്ദി, സംബാൽപൂർ, ഭാവനാനഗർ, ജാംനഗർ. ഓക്കെ, ഏതൊക്കെയാണ്? കലഹന്ദി, സംബാൽപൂർ, ഭാവനാനഗർ, ജാംനഗർ. അതിൽ കലഹന്ദിയും സംബാൽപൂറും ഒഡീഷയിലും ഭാവനഗറും അതുപോലെ ജാംനാർ എന്ന് പറയുന്ന സ്ഥലവും ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി അഭ്രം എന്ന് പറയുന്നതിൻ്റെ ഖനന മേഖലകളാണ് ഹസാരിബാഗ് പീഠഭൂമി, നെല്ലൂർ, അതുപോലെ മൈസൂർ, ഹസൻ ജില്ല എന്നിവ. ഇതിൽ നെല്ലൂർ ചോദിക്കാറുണ്ട്, ആന്ധ്രാപ്രദേശിലാണെന്ന് ഓർത്തിരിക്കുക. ഇനി കൽക്കരിയുടേത് കോർബ, സിംഗറേനി, പണ്ടൂർ ഇതൊക്കെ കൽക്കരിയുടേതാണ് കേട്ടോ. കോർബ, സിംഗറേനി, പണ്ടൂർ. ഇതിൽ കോർബ എന്ന് പറയുന്ന കൽക്കരി ഖനി എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഛത്തീസ്ഗഡിലാണ്. അപ്പം നമ്മൾ പറയാറുണ്ട് എന്ത് കോർബ എന്ന് പറയുമ്പോൾ കോബ്ര പാമ്പ് കടിച്ച ചത്തുപൂ എന്നുള്ള രീതിയിലൊക്കെ അല്ലേ. അപ്പം കോർബ ഛത്തീസ്ഗഡിലാണെന്ന് ഓർത്തിരിക്കുക. സിംഗറേനി എവിടെയാണ്? തെലങ്കാനയിലാണ്. സിംഗറേനി തെലങ്കാനയിലാണ്. പണ്ടൂർ ആന്ധ്രാപ്രദേശിലാണ്. അപ്പോൾ ഇത്രയും ധാതുക്കളും പ്രധാന ഖനന മേഖലകളും ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഒരു കോളമായിട്ട് നമുക്ക്
കൊടുത്തിട്ടുണ്ട്, അത് പഠിക്കേണ്ടതാണ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഏതാണെന്ന് നോക്കാം. നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തി എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ തന്നിരിക്കുന്ന പ്രസ്താവനകൾ നോക്കാം. പ്രസ്താവന 1, സംസ്ഥാനങ്ങളുടെ സജീവ പങ്കാളിത്തത്തോടെ ദേശീയ വികസന മുൻഗണനകൾ, തന്ത്രങ്ങൾ എന്നിവ സംബന്ധിച്ച കാഴ്ചപ്പാടുകൾ വികസിപ്പിക്കുക. ഇത് ശരിയാണ്, നമ്മൾ SCERT പഠിക്കുന്നതാണ് അല്ലേ. അടുത്തത്, സംസ്ഥാനങ്ങളുമായുള്ള ഘടനാപരമായ പിന്തുണാ സംവിധാനങ്ങളിലൂടെ സഹകരണ ഫെഡറലിസം വളർത്തുക. ഇതും നമ്മൾ പഠിക്കുന്നതാണ്, രണ്ടും ശരിയാണ്. അടുത്തത്, സാമ്പത്തിക പുരോഗതിയിൽ നിന്ന് വേണ്ടത്ര പ്രയോജനം ലഭിക്കാത്ത സമൂഹത്തിലെ വിഭാഗങ്ങൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകുക. അതും ശരിയാണല്ലോ. അപ്പം 3ഉം ശരിയാണ് അല്ലേ. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. പ്രസ്താവന 1, 2, 3 എല്ലാം ശരിയാണ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓഫ് നീതി ആയോഗ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓഫ് നീതി ആയോഗ് നമുക്ക് കയറി നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ, അതായത് നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങൾ കാണാൻ വേണ്ടി പറ്റും. കൂടാതെ SCERT കൊടുത്തിട്ടുണ്ട്. അപ്പോൾ SCERT കൊടുത്തിട്ടുള്ള നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, SCERT ഫാക്ട്സ് എന്ന് പറഞ്ഞിട്ട്. സോ നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് SCERT ഉള്ളത്? 1, വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക. വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക. 2, കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ പുരോഗതിയിലേക്ക് എത്തിക്കുക. കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ പുരോഗതിയിലേക്ക് എത്തിക്കുക. 3, പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. അടുത്തത്, പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക എന്നും കൊടുത്തിട്ടുണ്ട്. കൂടാതെ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക. ഇതൊക്കെയാണ് നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങൾ SCERT കൊടുത്തിട്ടുള്ളത്. ഇനി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നത് ആര്? നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ CEO-വിനെ നിയമിക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ പ്രധാനമന്ത്രിയാണെന്ന് ഓർത്തിരിക്കുക. പ്രധാനമന്ത്രി സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദ്യങ്ങൾ വരുന്ന ഒരു ഭാഗമാണ്. ഇനി നീതി ആയോഗിന്റെ ഉപാധ്യക്ഷനെ നിയമിക്കുന്നത് ആരാണ്? അതും പ്രധാനമന്ത്രിയാണ്. CEO ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറിനെ നിയമിക്കുന്നതും ഉപാധ്യക്ഷനെ നിയമിക്കുന്നതും ആര് തന്നെയാണ്? പ്രധാനമന്ത്രിയാണ്. നീതി ആയോഗിന്റെ ഭരണ സമിതി അറിയപ്പെടുന്ന പേരാണ് ഗവേണിംഗ് കൗൺസിൽ എന്ന് പറയുന്നത്. നീതി ആയോഗിന്റെ ഭരണ സമിതി അറിയപ്പെടുന്ന പേരാണ് എന്താ? ഗവേണിംഗ് കൗൺസിൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ നീതി ആയോഗിന്റെ ഭരണസമിതി അല്ലെങ്കിൽ ഗവേണിംഗ് കൗൺസിലിൽ ആരൊക്കെയാണ് അംഗങ്ങൾ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കും. 1, എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ ഉണ്ടായിരിക്കും. എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ. പിന്നെയോ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാർ, പ്രധാനമന്ത്രി നിയോഗിക്കുന്ന ഉപാധ്യക്ഷൻ ഉണ്ടായിരിക്കും, സ്ഥിരാംഗങ്ങൾ ഉണ്ടായിരിക്കും, 2 പാർട്ട് ടൈം അംഗങ്ങൾ ഉണ്ടായിരിക്കും, 4 അനൗദ്യോഗിക അംഗങ്ങൾ ഉണ്ടായിരിക്കും, പിന്നെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ടായിരിക്കും, പ്രത്യേക ക്ഷണിതാക്കൾ അതായത് സ്പെഷ്യൽ ഇൻവൈറ്റീസ് ഉണ്ടായിരിക്കും. ഓക്കെ, അത് ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ് നോട്ടിഫിക്കേഷൻ 7th June 2018 പ്രകാരമാണ് ഈ സ്പെഷ്യൽ ഇൻവൈറ്റീസ്. പിന്നെ പ്രധാനമന്ത്രി നിയമിക്കുന്ന 4 കേന്ദ്രമന്ത്രിമാരാണ് അനൗദ്യോഗിക അംഗങ്ങൾ. എക്സ് ഓഫീഷ്യോ മെമ്പേഴ്സ് 4 പേരുണ്ടെന്ന് പറഞ്ഞു. പ്രധാനമന്ത്രി നിയമിക്കുന്ന 4 കേന്ദ്രമന്ത്രിമാരായിരിക്കും ഈ അനൗദ്യോഗിക അംഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും പേരാണ് നീതി ആയോഗിന്റെ ഭരണസമിതിയിൽ ഉണ്ടായിരിക്കുക. എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ, കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാർ, പ്രധാനമന്ത്രി നിയോഗിക്കുന്ന ഉപാധ്യക്ഷൻ, സ്ഥിരാംഗങ്ങൾ, 2 പാർട്ട് ടൈം അംഗങ്ങൾ, 4 അനൗദ്യോഗിക അംഗങ്ങൾ. ഈ അനൗദ്യോഗിക അംഗങ്ങൾ പ്രധാനമന്ത്രി നിയമിക്കുന്ന 4 കേന്ദ്രമന്ത്രിമാരായിരിക്കും. സ്പെഷ്യൽ ഇൻവൈറ്റീസ് ഉണ്ടായിരിക്കും. അത് ഏത് പ്രകാരം? ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ് നോട്ടിഫിക്കേഷൻ 7th June 2018 പ്രകാരം സ്പെഷ്യൽ ഇൻവൈറ്റീസ് ഉണ്ടായിരിക്കും. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ടായിരിക്കും. ഇത്രയും പേരാണ് നീതി ആയോഗിന്റെ ഭരണസമിതിയിലെ അംഗങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചോദ്യവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ ഏത്? ശരി അല്ലാത്തവയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ
1950 മാർച്ച് 15 നിലവിൽ വന്നു. അത് ശരിയാണെന്ന് നമുക്കറിയാം അല്ലെ. 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ വരുന്നത്. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമായിരുന്നു. അത് ശരിയാണോ? അല്ല. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷനും നീതി ആയോഗം ഒക്കെ എന്താണ് വരുന്നത്? ഭരണഘടനാ സ്ഥാപനമല്ല, മറിച്ച് ഉപദേശക സമിതിയാണ് അല്ലെ. അഡ്വൈസറി ബോഡിയാണ്, ഉപദേശക സമിതിയാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് തെറ്റിപ്പോയി. അടുത്തത് 1950 മുതൽ 2014 വരെ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ 12 പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കി. ശരിയാണല്ലോ. ഇന്ത്യയിൽ 12 പഞ്ചവത്സര പദ്ധതികളാണ് 2014 വരെ നടപ്പിലാക്കിയത്. അത് കഴിഞ്ഞ് 2014 എന്താണ്, ആസൂത്രണ കമ്മീഷൻ പോയി. അതിന് പകരം 2015 ആര് വരുന്നു? നീതി ആയോഗ് വരുന്നു. അപ്പൊ നീതി ആയോഗ് വരുമ്പോഴത്തേക്കും ആ ഒരു സമയത്തിനുള്ളിൽ 1950 ഫോം ചെയ്ത നാൾ മുതൽ 2014 വരെയുള്ള കാലയളവിൽ 12 പഞ്ചവത്സര പദ്ധതികളാണ് നടപ്പിലാക്കിയത്. കറക്റ്റ് ആണ്. ഇനി 2014 ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രവർത്തനം അവസാനിച്ചു. ശരിയാണ്, ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. അത് കഴിഞ്ഞ് 2015 ആര് വന്നു? നീതി ആയോഗ് വന്നു. അപ്പൊ ഇതെല്ലാം ശരിയാണ്. ഏത് മാത്രമാണ് തെറ്റിപ്പോയത്? ഓപ്ഷൻ ബി. അപ്പൊ നമ്മുടെ ആൻസർ തെറ്റിയതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമായിരുന്നു എന്നുള്ളത് കേട്ടോ. അപ്പൊ ഇതിന്റെ ചോദ്യത്തിന്റെ ഉറവിടം എന്ന് പറയുന്നത് SCERT 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ 11 കേട്ടോ. ചാപ്റ്റർ 11 നിന്നുമാണ് ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത്. കൂടാതെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓഫ് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ, ഇന്ത്യൻ പോളിറ്റി ബൈ ലക്ഷ്മികാന്ത്, ഇതിലൊക്കെ ഈ ഒരു ഭാഗം മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. SCERT NCERT ഫാക്ട്സ് ആണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ത്യ സ്വീകരിച്ച ആസൂത്രണത്തിന്റെ മാതൃക എവിടെയാണ്? സോവിയറ്റ് യൂണിയനിലാണ് അല്ലെ. സോവിയറ്റ് യൂണിയനിൽ നടപ്പിലാക്കിയിട്ടുള്ള ദേശീയ ആസൂത്രണത്തിന്റെ മാതൃകയാണ് ഇന്ത്യ സ്വീകരിച്ചത്. സ്ഥിരം ചോദ്യമാണ്. ഇന്ത്യ സ്വീകരിച്ച ആസൂത്രണ മാതൃക എവിടെ നിന്നാണ്? സോവിയറ്റ് യൂണിയനിൽ നിന്നുമാണ്. ഇനി കേന്ദ്ര മന്ത്രിസഭയുടെ ഒരു പ്രമേയത്തിലൂടെ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നു. എപ്പോഴാണ്? 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വരുന്നത്. അപ്പൊ ആരൊക്കെയാണ് ആസൂത്രണ കമ്മീഷൻ എന്ന് പറയുമ്പോൾ ആരൊക്കെ ചേരുന്നതാ? പ്രധാനമന്ത്രി അധ്യക്ഷനും. അപ്പൊ ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? പ്രധാനമന്ത്രി. പിന്നെ ഒരു മുഴുവൻ സമയ ഉപാധ്യക്ഷനും, ഒരു വൈസ് പ്രസിഡന്റ് ഉണ്ടായിരിക്കും. പിന്നെ കേന്ദ്ര ക്യാബിനറ്റ് നിയമിക്കുന്ന കമ്മീഷൻ അംഗങ്ങളും ഉണ്ടായിരിക്കും അല്ലെ. ഇവരെല്ലാം കൂടെ ചേരുന്നതാണ് ആസൂത്രണ കമ്മീഷൻ. പ്രധാനമന്ത്രി അധ്യക്ഷനായി ഉണ്ടായിരിക്കും, ഒരു മുഴുവൻ സമയ ഉപാധ്യക്ഷൻ ഉണ്ടായിരിക്കും, പിന്നെ കേന്ദ്ര ക്യാബിനറ്റ് നിയമിക്കുന്ന കമ്മീഷൻ അംഗങ്ങൾ, ഇവരെല്ലാം ചേരുന്നതാണ് ആസൂത്രണ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തിനും മിശ്ര സമ്പദ് വ്യവസ്ഥയ്ക്കും അനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തി നടപ്പാക്കാനാണ് ആസൂത്രണ കമ്മീഷൻ തീരുമാനിച്ചത്. അപ്പൊ ആസൂത്രണ കമ്മീഷൻ ഇത് ചോദിച്ചിട്ടുണ്ട്, PYQ ആണ്. ആസൂത്രണ കമ്മീഷൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നത് എന്തിലൂടെയാണ്? 5 ഇയർ പ്ലാൻസിലൂടെ അല്ലെ, പഞ്ചവത്സര പദ്ധതികളിലൂടെയാണ് ആസൂത്രണ കമ്മീഷൻ പദ്ധതികൾ വിഭാവനം ചെയ്തിരുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ആസൂത്രണ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആര്? ആസൂത്രണ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആരാ? ജവഹർലാൽ നെഹ്റു ആണ് അല്ലെ. അപ്പൊ പ്രധാനമന്ത്രിയാണ് അധ്യക്ഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. വൈസ് ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ ഗുൽസാരിലാൽ നന്ദയാണ്. അപ്പോൾ ആസൂത്രണ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ചോദിച്ചു കഴിഞ്ഞാൽ ജവഹർലാൽ നെഹ്റു, വൈസ് ചെയർമാൻ ആരാണ്? ഗുൽസാരിലാൽ നന്ദയാണ്. ഇനി ആസൂത്രണ കമ്മീഷന്റെ മറ്റ് അംഗങ്ങൾ ആരൊക്കെയായിരുന്നു? TT കൃഷ്ണമാചാരിയും CD ദേശ്മുഖുമാണ് കേട്ടോ. TT കൃഷ്ണമാചാരി, CD ദേശ്മുഖ് എന്നിവരാണ് മറ്റ് അംഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ പഞ്ചവത്സര പദ്ധതികളിലൂടെയാണ് ആസൂത്രണ കമ്മീഷൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഈ പഞ്ചവത്സര പദ്ധതികളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താ? ഒരു പ്രത്യേക മേഖലയ്ക്ക് മുൻഗണന നൽകി 5 വർഷം കൊണ്ട് ലക്ഷ്യം നേടുക അല്ലെ. നമ്മൾ 1ാം പഞ്ചവത്സര പദ്ധതി കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകി, 2ാം പഞ്ചവത്സര പദ്ധതി വ്യവസായിക മേഖലയ്ക്ക് ഊന്നൽ നൽകി അല്ലെ. അപ്പൊ നമ്മൾ ഓരോ പഞ്ചവത്സര പദ്ധതിയും എന്താണ്? ഒരു പ്രത്യേക മേഖലയ്ക്ക് മുൻഗണന നൽകി. പിന്നെ ആ പഞ്ചവത്സര പദ്ധതി എന്ന് പറയുമ്പോൾ കാലാവധി എത്രയാണ്? 5 വർഷം. അപ്പൊ 5 വർഷം കൊണ്ട് ലക്ഷ്യം നേടുക എന്നുള്ളതാണ് പഞ്ചവത്സര പദ്ധതികളുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഇനി രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച ലക്ഷ്യമിട്ട് ആസൂത്രണ കമ്മീഷൻ നടപ്പിലാക്കിയ പദ്ധതികളാണ് പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറയുന്നത്.
ആസൂത്രണ കമ്മീഷന് ഒരു ഉപദേശക സ്വഭാവമാണ് ഉള്ളത് എന്നും കൂടെ പറയുന്നുണ്ട്. ആസൂത്രണ കമ്മീഷൻ ഒരു ഉപദേശക സ്വഭാവമാണ്, നമ്മൾ പറഞ്ഞില്ലേ അഡ്വൈസറി ബോഡിയാണ്, അല്ലെങ്കിൽ ഒരു ഉപദേശക സമിതിയാണ് ആസൂത്രണ കമ്മീഷനും അതുപോലെ തന്നെ നീതി ആയോഗ് ഒക്കെ. അപ്പൊ ആസൂത്രണ കമ്മീഷന് പകരം വന്നതാണ് ആര്? നീതി ആയോഗ്. നീതി ആയോഗിന്റെ പൂർണ്ണ രൂപം തന്നെ ചോദിച്ചിട്ടുണ്ട്. എന്താണ് നീതി ആയോഗ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ്. നീതി ആയോഗ് നിലവിൽ വന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2015 ജനുവരി 1 കേട്ടോ. അപ്പൊ നീതി ആയോഗ് നിലവിൽ വന്നത് എപ്പോഴാണ്? 2015 ജനുവരി 1. ഈ ആസൂത്രണ കമ്മീഷന്റെ ആസ്ഥാനമായിരുന്നത് യോജനാ ഭവനാണ്, ന്യൂഡൽഹി യോജനാ ഭവൻ. ദെൻ ആസൂത്രണ കമ്മീഷന്റെ വിശേഷണങ്ങളാണ് സമാന്തര ക്യാബിനറ്റ്, ദേശീയ വികസനത്തിന്റെ ആണിക്കല്ല് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? ആസൂത്രണ കമ്മീഷനാണെന്ന് ഓർത്തിരിക്കുക. സമാന്തര ക്യാബിനറ്റ്, ദേശീയ വികസനത്തിന്റെ ആണിക്കല്ല് എന്നൊക്കെ അറിയപ്പെടുന്നത് ആസൂത്രണ കമ്മീഷൻ. ആസൂത്രണ കമ്മീഷന്റെ അവസാനത്തെ ഉപാധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? മൊണ്ടേക് സിംഗ് അലുവാലിയാണ് കേട്ടോ. മൊണ്ടേക് സിംഗ് അലുവാലിയ. ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 1, നാട്ടുരാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് 93 അംഗങ്ങൾ ഉണ്ടായിരുന്നു. ശരിയാണല്ലോ. അടുത്തത്, ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ നിന്ന് 296 അംഗങ്ങളെ തിരഞ്ഞെടുത്തു. അതും ശരിയാണ്. ഈ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ അനുസരിച്ചിട്ടാണ് പ്രവിശ്യകളിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. അതും ശരിയാണ്. അടുത്തത്, ഇന്ത്യ പാക് വിഭജനത്തിന് ശേഷം സമിതിയുടെ അംഗസംഖ്യ 199 ചുരുങ്ങി. അത് തെറ്റാണ് അല്ലേ? യെസ്. അപ്പം 4 തെറ്റാണ്, ബാക്കി 3 ശരിയാണ്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 1, 2, 3 പ്രസ്താവനകൾ മാത്രം ശരിയാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. അപ്പം എന്തുകൊണ്ടാണ് 4 തെറ്റിയെന്നുള്ളതൊക്കെ വഴിയെ പറയുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാം. അപ്പം ആദ്യം, ക്യാബിനറ്റ് മിഷൻ പദ്ധതി പ്രകാരം ഭരണഘടനാ നിർമ്മാണ സഭ സ്ഥാപിതമായത് എപ്പോഴാണ്? 1946 നവംബറിലാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ ഭാഗികമായി തിരഞ്ഞെടുക്കപ്പെട്ടതും ഭാഗികമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടതുമാണ്. സോ ക്യാബിനറ്റ് മിഷൻ പദ്ധതി പ്രകാരമാണ് എന്ത് രൂപം കൊള്ളുന്നത്? ഭരണഘടനാ നിർമ്മാണ സഭ. ഈ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരല്ല, കുറച്ചു പേര് തിരഞ്ഞെടുക്കപ്പെട്ടവരും പിന്നെ കുറച്ചു പേര് ഭാഗികമായിട്ട് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടുമാണ് വന്നിട്ടുള്ളത്. സോ പരിമിതമായ വോട്ടവകാശത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രൊവിൻഷ്യൽ അസംബ്ലിയിലെ അംഗങ്ങൾ ചേർന്ന് പരോക്ഷമായ രീതിയിലാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഈ ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിന്റെ വേദി ചോദിക്കാം. പാർലമെന്റ് സെൻട്രൽ ഹാളാണ്. പാർലമെന്റ് സെൻട്രൽ ഹാളിൽ വെച്ചിട്ടാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം നടക്കുന്നത്. അന്ന് ആ സമ്മേളനത്തിൽ, ആദ്യത്തെ സമ്മേളനത്തിൽ പങ്കെടുത്ത ആളുകളുടെ എണ്ണം 207 പേരാണ്. 207 പേരാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം എന്ന് പറയുന്നത്. ഈ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകളുടെ എണ്ണം ചോദിക്കാം. 9 പേരാണ്. 9 വനിതകളാണ് പങ്കെടുത്തത്. ഇനി ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന വിഭാഗം ആദ്യ സമ്മേളനത്തിൽ നിന്നും വിട്ടുനിന്നു. ചോദിക്കാം, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിൽ നിന്നും വിട്ടുനിന്ന ഗ്രൂപ്പ് ഏതാണ്? മുസ്ലിം ലീഗ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഈ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഗാന്ധിജിയുടെ സാന്നിധ്യം ഇല്ലായിരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. അപ്പോൾ അത് ഓർത്തിരിക്കണം. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഗാന്ധിജിയുടെ സാന്നിധ്യമേ ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. ഇനിയാണ് നമ്മൾ തെറ്റിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന ഭാഗത്തിലോട്ട് വരികയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആകെ അംഗങ്ങൾ എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? 389 അല്ലേ? ആകെ അംഗങ്ങൾ ചോദിച്ചാൽ 389. ഇതിൽ 296 അംഗങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നും അല്ലേ? അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നത് അതാണ്. 296 പേര് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നുമാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി 93 പേര് നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ളത് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അത് ശരിയാണ്. 93 അംഗങ്ങൾ നാട്ടുരാജ്യങ്ങളിൽ നിന്നുമാണ്. ഈ 296 പേര് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ എന്ന് പറയുമ്പോൾ അതിലും ഡിവിഷൻ ഉണ്ട്. 296നെ നമുക്ക് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അതിൽ 292 അംഗങ്ങൾ എന്ന് പറയുന്നത് 11 ഗവർണർമാരുടെ പ്രവിശ്യകളിൽ നിന്നും 4 പേര് ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകളിൽ നിന്നുമായിരുന്നു.
296 പേര് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നാണ്. അതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്താൽ 292 പേര് ഗവർണർമാരുടെ പ്രവിശ്യകളിൽ നിന്നും ബാക്കിയുള്ള 4 പേര് ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകളിൽ നിന്നുമായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകളിൽ എന്ന് പറയുമ്പോൾ 4 പേര് ആരൊക്കെയാണ് എന്നുള്ളത് ഇവിടെ കോളമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ LDCക്കൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ നോക്കുക, ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകളിൽ നിന്നുള്ളവർ: ഡൽഹിയിൽ നിന്നുള്ള പ്രതിനിധി ദേശബന്ധു ഗുപ്ത, അജ്മീർ മേർവാരയിൽ നിന്നുള്ളത് മുക്ത ബിഹാരി ലാൽ ഭാർഗവ, കൂർഗിൽ നിന്നും CM പൂനാച്ച, ബലൂചിസ്ഥാനിൽ നിന്നും ഖാൻ അബ്ദുസ് സമദ് ഖാൻ. ഇത്രയും പേരാണ് കേട്ടോ. അപ്പം 4 ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകളിൽ നിന്നുള്ളവർ ആരൊക്കെയാണ്? ഡൽഹിയിൽ നിന്നും ദേശബന്ധു ഗുപ്ത, അജ്മീർ മേർവാരയിൽ നിന്നും മുക്ത ബിഹാരി ലാൽ ഭാർഗവ, കൂർഗിൽ നിന്നും CM പൂനാച്ച, ബലൂചിസ്ഥാനിൽ നിന്നും ഖാൻ അബ്ദുസ് സമദ് ഖാൻ എന്നുള്ളവരാണ്. ഇനി ഇന്ത്യ പാക് വിഭജനത്തിന് ശേഷം ഈ മുഴുവൻ അംഗങ്ങളുടെ എണ്ണം 389 എന്നുള്ളത് എത്രയായിട്ട് മാറി? 299 ആയിട്ട് മാറി. 389 പോയിട്ട് 299 ആയി. ഇതിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ എണ്ണം എന്ന് പറയുന്നത് 296 നിന്നും 229 പോയി എന്ന് പറഞ്ഞു. 296 പേര് എന്നുള്ളതിൽ നിന്നും 229 പോയി. നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ളവരുടെ എണ്ണം 93 ആയിരുന്നു. അത് എത്രയായിട്ട് മാറി? 70 മാറി. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു? ഇന്ത്യ പാക് വിഭജനത്തിന് ശേഷമുള്ള നമ്പർ എന്ന് പറഞ്ഞിട്ട് 199 എന്നാണ് കൊടുത്തിട്ടുള്ളത്. 199 അല്ല, പിന്നെ എത്രയാ? 299 എന്നുള്ളതായിരുന്നു. അതുകൊണ്ടാണത് തെറ്റിപ്പോയത്. ഇനി ഇന്ത്യ പാക് വിഭജനത്തിന് ശേഷം പാകിസ്ഥാൻ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് 2 വനിതകൾ പോയി. ടോട്ടലായിട്ട് 9 മലയാളി വനിതകൾ പങ്കെടുത്തു എന്ന് പറഞ്ഞു. അതിൽ 2 വനിതകൾ എങ്ങോട്ട് പോയി? പാകിസ്ഥാൻ വിഭജനത്തിന് ശേഷം പാകിസ്ഥാൻ ഭരണഘടനയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അവരാരൊക്കെയാന്ന് ചോദിച്ചാൽ ബീഗം ജഹനാര ഷാനവാസും ബീഗം ഷൈസ്ത സുഹ്രാവർദി ഇക്രാമുള്ളയുമാണ് കേട്ടോ. അപ്പോൾ 2 വനിതകൾ പോയി എന്നുള്ളത് നിങ്ങൾ പഠിക്കുക. പേര് ഓർത്തു വയ്ക്കാൻ പറ്റുന്നവരെ ഓർത്തു വയ്ക്കുക. ബീഗം ജഹനാര ഷാനവാസും ബീഗം ഷൈസ്ത സുഹ്രാവർദി ഇക്രാമുള്ളയുമാണ് പോയത്. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടക്കുന്നത് എപ്പോഴാണ്? 1946 ഡിസംബർ 9 പാർലമെന്റ് സെൻട്രൽ ഹാളിൽ വെച്ചിട്ട്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം അവസാനിപ്പിച്ചത് എപ്പോഴാണ്? 1946 ഡിസംബർ 23 എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ഈ വിഭജനത്തിന് ശേഷം ഭരണഘടനാ നിർമ്മാണ സഭയിലെ വനിതകളുടെ എണ്ണം എത്രയായി എന്ന് ചോദിച്ചാൽ 15 ആയി. ടോട്ടലായിട്ട് 17 വനിതകൾ ഉണ്ടായിരുന്നു. 2 പേര് പാകിസ്ഥാനിലോട്ട് പോയി. സോ 15 വനിതകളാണ് ഉണ്ടായിരുന്നത്. ഇനി ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ജനസംഖ്യയ്ക്ക് അനുസൃതമായി ഓരോ നാട്ടുരാജ്യത്തിലെ പ്രവിശ്യകൾക്കും അവിടുത്തെ റേഷ്യോ ചോദിക്കാറുണ്ട്. 1:10 അല്ലേ? 10 ലക്ഷത്തിന് 1 എന്നുള്ള ഏകദേശ അനുപാതത്തിലാണ് സീറ്റുകൾ വിഭജിച്ചിട്ടുണ്ടായിരുന്നത്. 10 ലക്ഷത്തിന് 1 എന്നുള്ള അനുപാതത്തിൽ. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലെ ഏക കൈമാറ്റ വോട്ട് സമ്പ്രദായം, സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട്, നമ്മളിത് LDCയുടെ റിലേറ്റഡ് ഫാക്ട്സിൻ്റെ ക്ലാസ് ചെയ്തപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് എന്ന് പറയുന്നത്? ഏക കൈമാറ്റ വോട്ട് സമ്പ്രദായം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഏക കൈമാറ്റ വോട്ട് സമ്പ്രദായം അനുസരിച്ച് പ്രവിശ്യ നിയമനിർമ്മാണ സഭയിലെ ഓരോ സമുദായത്തിലും പെട്ട അംഗങ്ങൾക്ക് അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കാനായിട്ട് പറ്റും. ഇനി നാട്ടുരാജ്യങ്ങളിലെ പ്രതിനിധികളെ നാട്ടുരാജ്യങ്ങളിലെ തലവന്മാരാണ് നാമനിർദ്ദേശം ചെയ്യുന്നത്. നാട്ടുരാജ്യങ്ങളിലെ പ്രതിനിധികളെ ആരാണ് നാമനിർദ്ദേശം ചെയ്യുന്നത്? നാട്ടുരാജ്യങ്ങളിലെ തലവന്മാരാണ് നാമനിർദ്ദേശം ചെയ്യുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ഓരോ പ്രവിശ്യയിലെയും സീറ്റുകൾ അവരുടെ ജനസംഖ്യാ അനുപാതം അനുസരിച്ച് മുസ്ലിം, സിഖ്, പൊതുവിഭാഗം എന്നിങ്ങനെ 3 വിഭാഗങ്ങൾക്കാണ് ബ്രിട്ടീഷ് പ്രവിശ്യയിൽ സീറ്റുകൾ വിഭജിച്ച് നൽകിയിരുന്നത്. അപ്പോൾ ബ്രിട്ടീഷ് പ്രവിശ്യയിൽ സീറ്റുകൾ വിഭജിച്ച് നൽകിയിരുന്നത് മുസ്ലിം കാറ്റഗറി, സിഖ്, അതുപോലെ തന്നെ ജനറൽ കാറ്റഗറി, പൊതുവിഭാഗം എന്നിങ്ങനെ 3 വിഭാഗമായിട്ടാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ നടന്നത് എന്ന് പറഞ്ഞിട്ട് ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. 1946 മുതൽ ജൂലൈ ടു ഓഗസ്റ്റ് അല്ലേ? 1946 ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെയാണ് തെരഞ്ഞെടുപ്പുകൾ നടന്നത്. അതിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയത് കോൺഗ്രസ് ആണ്. 208 സീറ്റുകളാണ് നേടിയത്. പിന്നെ മുസ്ലിം ലീഗിന് 73 സീറ്റും ബാക്കി 15 സീറ്റ് സ്വതന്ത്രരായിട്ടുള്ള ഗ്രൂപ്പുകളുമാണ് നേടിയത് കേട്ടോ. ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയത് കോൺഗ്രസ് ആണ്, 82%. അതായത് 208 സീറ്റുകൾ.
മുസ്ലിം ലീഗ് നേടിയത് 73 സീറ്റുകൾ, ബാക്കിയുള്ള 15 സീറ്റ് സ്വതന്ത്രരും നേടി എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ഏറ്റവും അധികം അംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവിശ്യ ചോദിച്ചു കഴിഞ്ഞാൽ അത് യുണൈറ്റഡ് പ്രോവിൻസ് ആണ് കേട്ടോ. ഇപ്പോഴത്തെ UP ഉത്തർപ്രദേശ്. ഏറ്റവും അധികം അംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവിശ്യ യുണൈറ്റഡ് പ്രോവിൻസ് ആണ്. ആദ്യം ചില നാട്ടുരാജ്യങ്ങൾ വിട്ടു നൽകാൻ തീരുമാനിച്ചതിനാൽ 93 സീറ്റുകളിൽ പലതും ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു എന്നും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി നിയമനിർമ്മാണ സഭയുടെ ആദ്യത്തെ അധ്യക്ഷൻ ആരാണ്? ആദ്യത്തെ അധ്യക്ഷൻ GV മാവ്ലങ്കാർ ആണ്. നിയമനിർമ്മാണ സഭയുടെ ആദ്യത്തെ അധ്യക്ഷൻ GV മാവ്ലങ്കാർ എന്നുള്ളതും കൊടുത്തിട്ടുണ്ട്. 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പ്രകാരം ചില മാറ്റങ്ങൾ നിലവിൽ വന്നു. എന്തൊക്കെയാണ്? ഭരണഘടനാ നിർമ്മാണ സഭ ഒരു പരമാധികാര സ്ഥാപനമായി. ഇന്ത്യയുമായി ബന്ധപ്പെട്ട ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കുന്ന ഏതൊരു നിയമവും റദ്ദാക്കുവാനും തിരുത്തുവാനുമുള്ള അധികാരം സഭയ്ക്ക് ലഭിച്ചു. പിന്നെ 2 പ്രധാനപ്പെട്ട ചുമതലകൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ നിക്ഷിപ്തമാക്കി. എന്തൊക്കെയാണ്? സ്വതന്ത്ര ഇന്ത്യക്ക് ഒരു ഭരണഘടന തയ്യാറാക്കുക, രാജ്യത്തിൽ നിയമങ്ങൾ നടപ്പിലാക്കുക. ഈ പറയുന്ന ചുമതലകൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ നിക്ഷിപ്തമാക്കി എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇൻഡിപെൻഡൻസ് ആക്ട് പ്രകാരം കൊണ്ടുവന്ന മാറ്റങ്ങളാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഇനി SCERT NCERT ഫാക്ട്സ് എന്നും പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ യോഗം നടന്നത് എപ്പോഴാണ്? 1946 ഡിസംബർ 9 നമ്മൾ പറഞ്ഞു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ, അപ്പോൾ ഈ ആദ്യത്തെ സമ്മേളനത്തിൽ താൽക്കാലിക അധ്യക്ഷനായിരുന്നു ആരാ? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു ആദ്യത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഭരണഘടനാ നിർമ്മാണയ്ക്ക് ഒരു സ്ഥിരം അധ്യക്ഷനുണ്ട്, അതാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്ന് പറയുന്നത്. ഇനി ഇന്ത്യ വിഭജനത്തെ തുടർന്ന് ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടനാ നിർമ്മാണ സഭ എന്ന നിലയിൽ സമ്മേളിച്ചത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ 1947 ഓഗസ്റ്റ് 14 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന്റെ തലേ ദിവസം. അത് ഓർത്തിരിക്കുക. ഇനി 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെ സ്ഥാപിക്കപ്പെട്ട പ്രവിശ്യ നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങൾ പരോക്ഷ തെരഞ്ഞെടുപ്പിലൂടെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തെരഞ്ഞെടുത്തത് എന്നുള്ള കാര്യം കൂടെ കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, രാജ്യത്ത് ഒരേ തരത്തിലുള്ള നഗരപാലികാ സംവിധാനങ്ങൾ നടപ്പിൽ വരുത്തിയ ഭരണഘടനാ ഭേദഗതി തിരഞ്ഞെടുക്കുക. അപ്പൊ നഗരപാലികാ സംവിധാനങ്ങൾ നടപ്പിൽ വരുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. 74-ാം ഭേദഗതിയാണ്. 74-ാം ഭേദഗതി. അപ്പോൾ ചോദ്യത്തിന്റെ ഉറവിടം NCERT ടെക്സ്റ്റ് ബുക്ക് +1 പൊളിറ്റിക്കൽ സയൻസിലാ അതിൻ്റെ ചാപ്റ്റർ 8 എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് ഈ ഒരു ഭാഗം കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അവിടെ നിന്നുമാണ് ഇത് ചോദിച്ചിട്ടുള്ളത്. നഗരപാലികാ സംവിധാനങ്ങൾ നടപ്പിൽ വരുത്തിയ ഭരണഘടനാ ഭേദഗതി. അപ്പോൾ നമുക്ക് നോക്കാം, റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. 74-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയോട് കൂട്ടിച്ചേർക്കപ്പെട്ട ഭാഗം ചോദിക്കാറുണ്ട്. 9A ആണ്. ഭാഗം 9A ആണ്. എന്ത്? 74-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയോട് കൂട്ടിച്ചേർക്കപ്പെട്ട ഭാഗം. ഈ ഭാഗം 9A ഉൾപ്പെട്ടിരിക്കുന്ന അനുച്ഛേദങ്ങൾ ചോദിക്കാറുണ്ട്. 243P മുതൽ 243ZG വരെയാണ്. അപ്പൊ 74-ാം ഭരണഘടനാ ഭേദഗതിയാണ് എന്ത്? നഗരപാലികാ നിയമത്തെക്കുറിച്ച് പറയുന്നത്, മുനിസിപ്പാലിറ്റിയെ കുറിച്ച് പറയുന്നത്. 74-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയോട് കൂട്ടിച്ചേർക്കപ്പെട്ട ഭാഗം ഏതാണ്? ഭാഗം 9A. ഈ ഭാഗം 9A ഉൾപ്പെട്ടിരിക്കുന്ന അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതാണ്? 243Pയും 243ZG വരെ. 243P മുതൽ 243ZG വരെ എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി 74-ാം ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർക്കപ്പെട്ട പട്ടിക ചോദിച്ചാൽ ഭാഗം ഏതായിരുന്നു? 9A. പട്ടിക ചോദിച്ചാൽ ഏതാണ്? 12-ാം പട്ടികയാണ്. ഓക്കെ, 12-ാമത്തെ സ്കെഡ്യൂളാണ് 74-ാം ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർക്കപ്പെട്ടത്. ഈ 12-ാം പട്ടികയുടെ വിവരണവുമായി ബന്ധപ്പെട്ട അനുച്ഛേദം ഏതാണെന്ന് ചോദിച്ചാൽ 243W ആണ് കേട്ടോ. 243W എന്ന് പറയുന്ന അനുച്ഛേദമാണ് 12-ാമത്തെ സ്കെഡ്യൂളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇനി 243W എന്ന് പറയുന്ന അനുച്ഛേദത്തിൽ എന്തൊക്കെയാണ് പ്രതിപാദിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? മുനിസിപ്പാലിറ്റികളുടെ അധികാരവും ഉത്തരവാദിത്തങ്ങളും. മുനിസിപ്പാലിറ്റിയുടെ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് പറയുന്നതാണ് 243W എന്ന് പറയുന്നത്. അതാണ് 12-ാം പട്ടികയുടെ വിവരണവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇനി 12-ാം പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 18 ആണ്. 12-ാം പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന വിഷയങ്ങൾ എത്രയാണ്? 18. ഇന്ത്യയിൽ നഗരപാലികാ നിയമം നിലവിൽ വന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിൽ നഗരപാലികാ നിയമം നിലവിൽ വരുന്നത്
1993 ജൂൺ 1-നാണ്. 1993 ജൂൺ 1. നഗരപാലികാ സംവിധാനത്തിന്റെ 3 തലങ്ങൾ ഏതൊക്കെയാണ്? നഗരപാലികാ സംവിധാനത്തിന്റെ 3 തലങ്ങളാണ്. 1 നഗരപഞ്ചായത്ത്, 2 മുനിസിപ്പൽ കൗൺസിൽ, 3 മുനിസിപ്പൽ കോർപ്പറേഷൻ. നഗരപഞ്ചായത്ത്, മുനിസിപ്പൽ കൗൺസിൽ, മുനിസിപ്പൽ കോർപ്പറേഷൻ. ഈ മുനിസിപ്പാലിറ്റികളുടെ ഭരണ കാലാവധി ചോദിക്കാം. 5 വർഷമാണ്. മുനിസിപ്പാലിറ്റികളുടെ കാലാവധി എത്രയാണ്? 5 വർഷമാണ്. ഇനി NCERT ഫാക്ട്സ് കൊടുത്തിട്ടുണ്ട്. നഗരപ്രദേശങ്ങളെ ദേശീയ സെൻസസ് പ്രകാരം നിർവചിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? നഗരപ്രദേശങ്ങൾ എന്നാൽ 5000-ൽ കുറയാത്ത ജനസംഖ്യ വേണം. ജനസംഖ്യയിൽ കുറഞ്ഞത് 75% പുരുഷന്മാർ കാർഷികേതര മേഖലകളിൽ തൊഴിലെടുക്കുന്നവരായിരിക്കണം. പിന്നെയോ ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് 400 പേരിൽ കുറയാത്ത ജനസാന്ദ്രത. ഈ 3 കണ്ടീഷൻ ഉണ്ടെങ്കിലാണ് നഗരപ്രദേശമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നഗരപ്രദേശങ്ങളായിട്ട് കണക്കാക്കണമെങ്കിൽ 5000-ൽ കുറയാത്ത ജനസംഖ്യ വേണം. ആ ജനസംഖ്യയിൽ തന്നെ 75% പുരുഷന്മാരും കാർഷികേതര മേഖല, കാർഷിക മേഖലയല്ലാത്ത കാർഷികേതര മേഖലകളിൽ തൊഴിലെടുക്കുന്നവരായിരിക്കണം. പിന്നെ ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് 400 പേരിൽ കുറയാത്ത ജനസാന്ദ്രതയും ഉണ്ടെങ്കിലാണ് അവിടെ നമ്മൾ അങ്ങനെയുള്ള പ്രദേശങ്ങളെ നഗരപ്രദേശങ്ങളായിട്ട് കണക്കാക്കുന്നത്. ഇനി 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിൽ ഏകദേശം 31% ജനങ്ങളും എങ്ങനെയാണ്? നഗരവാസികളാണ്. 31% ജനങ്ങൾ നഗരവാസികളാണ്. 74-ാം ഭേദഗതി നഗരപ്രദേശങ്ങൾക്ക് ബാധകമാണെന്നതൊഴിച്ച് ബാക്കിയെല്ലാം 73-ാം ഭേദഗതിയുടെ ആവർത്തനം മാത്രമാണ്. അപ്പം നഗരപ്രദേശങ്ങൾക്ക് ബാധകമായിട്ടുള്ള ഭേദഗതിയാണ് 74. ബാക്കി എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ്? 73-ാം ഭേദഗതിയുടെ ആവർത്തനമാണ്. അപ്പോൾ 73-ാം ഭരണഘടനാ ഭേദഗതിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രധാന വിഷയങ്ങൾ ഏതൊക്കെയാണ് ചോദിക്കാം. ഏതൊക്കെയാ? പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ്, സംവരണം, ഭരണവിഷയങ്ങളുടെ കൈമാറ്റം, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, സംസ്ഥാന ധനകാര്യ കമ്മീഷൻ. ഇത്രയും കാര്യങ്ങളാണ് 73-ാം ഭരണഘടനാ ഭേദഗതിയിൽ വരുന്നത്. എന്തൊക്കെയാണ്? പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ്, സംവരണം, ഭരണവിഷയങ്ങളുടെ കൈമാറ്റം, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, സംസ്ഥാന ധനകാര്യ കമ്മീഷൻ എന്നിവയാണ് വരുന്നത്. ഇനി 73-ാം ഭേദഗതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രധാന വിഷയങ്ങൾ എല്ലാം 74-ാം ഭേദഗതിയിലും എന്ത് ചെയ്തിട്ടുണ്ട്? ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 73-ാം ഭേദഗതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നവ നഗരപാലികകൾക്കും എന്ത് ചെയ്യുന്നുണ്ട്? ബാധകമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി സംസ്ഥാന ഗവൺമെന്റിന് ചില വിഷയങ്ങൾ നഗര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൈമാറാനും ഭരണഘടന അനുശാസിക്കുന്നു. അപ്പോൾ 74-ാം ഭേദഗതി പ്രകാരമാണ്. അപ്പോൾ എന്തൊക്കെയാണ്? ഭരണഘടനയുടെ 12-ാം പട്ടികയിലാണ് ഈ വിഷയങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം. ഇന്ത്യയുടെ 50-ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയി അടുത്തിടെ നിയമിതനായ ജഡ്ജി ആരാണ്? ഇപ്പോൾ നിലവിലുള്ളത് DY ചന്ദ്രചൂഡാണ് അല്ലെ. 50-ാമത് സുപ്രീം കോടതി ജഡ്ജിയായിട്ട് നിയമിതനായിട്ടുള്ളതാണ് ആര്? ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. അപ്പോൾ ഈ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓഫ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. അപ്പോൾ നമുക്ക് സുപ്രീം കോടതിയെക്കുറിച്ചുള്ള അഡീഷണൽ ഫാക്ട്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. LDCയുടെ ഇപ്പം നടക്കുന്ന പരീക്ഷകളിൽ ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത് ചോദ്യം ചോദിക്കുന്നുണ്ട് സുപ്രീം കോടതിയെക്കുറിച്ച്. സോ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചേക്കാം. സുപ്രീം കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? സുപ്രീം കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആണ് ഹരിലാൽ J കനിയ. HJ കനിയ എന്ന് പറയും അല്ലേ. ഹരിലാൽ J കനിയാണ് സുപ്രീം കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ്. ഇനി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ആദ്യ മലയാളി ആര് എന്ന് ചോദിച്ചാൽ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് 37-ാമത് ചീഫ് ജസ്റ്റിസ് ആണ്. അല്ലെങ്കിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ആദ്യത്തെ മലയാളി ആരാന്ന് ചോദിച്ചാലും ആരാണ്? ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. ഇനി ദളിത് വിഭാഗത്തിൽ നിന്നും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ആദ്യത്തെ വ്യക്തി ചോദിച്ചാൽ അതും KG ബാലകൃഷ്ണനാണ്. അപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ആദ്യത്തെ മലയാളി ചോദിച്ചാലും ദളിത് വിഭാഗത്തിൽ നിന്നും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ആദ്യത്തെ വ്യക്തി ചോദിച്ചാലും ആരാണ്? KG ബാലകൃഷ്ണനാണെന്ന് ഓർത്തിരിക്കുക. ഇനി ഏറ്റവും കൂടുതൽ കാലം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് സേവനം അനുഷ്ഠിച്ച വ്യക്തിയാണ് ജസ്റ്റിസ് YV ചന്ദ്രചൂഡ് കേട്ടോ. YV ചന്ദ്രചൂഡ് ഏറ്റവും കൂടുതൽ കാലം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് സേവനം അനുഷ്ഠിച്ചത് ജസ്റ്റിസ് YV ചന്ദ്രചൂഡാണ്. 7 വർഷവും 4 മാസവുമാണ്. ഇനി ഏറ്റവും കുറച്ചു കാലം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടുണ്ടായിരുന്ന വ്യക്തി ആരാന്ന് ചോദിച്ചാൽ കമൽ നരൈൻ സിംഗ് ആണ് കേട്ടോ. കമൽ നരൈൻ സിംഗ്. വെറും 17 ദിവസമാണ് അദ്ദേഹം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ കാലം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയത് ആരാണ്? ജസ്റ്റിസ് YV ചന്ദ്രചൂഡ്. ഏറ്റവും കുറച്ചു കാലമായത് കമൽ നരൈൻ സിംഗ് കേട്ടോ.
ഇനി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ ശമ്പളം എത്രയാണെന്ന് ചോദിച്ചാൽ 2,80,000 രൂപയാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ ശമ്പളമാണ് 2,80,000 രൂപ. സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യത്തെ മലയാളി ചോദിച്ചാൽ ജസ്റ്റിസ് പി ഗോവിന്ദമേനോനാണ്. സുപ്രീം കോടതി ജഡ്ജി ആയിട്ടുള്ള ആദ്യത്തെ മലയാളി ജസ്റ്റിസ് പി ഗോവിന്ദമേനോൻ. ഇനി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ ശമ്പളം നമ്മൾ പറഞ്ഞു 2,80,000. ബാക്കിയുള്ള ജഡ്ജിമാർക്കോ അവർക്ക് 2,50,000 ആണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനാണെങ്കിൽ 2,80,000. സുപ്രീം കോടതി ജഡ്ജിമാർക്കുള്ള ശമ്പളം 2,50,000. ഇനി സുപ്രീം കോടതി ജഡ്ജിയുടെ വിരമിക്കൽ പ്രായം ചോദിച്ചാൽ 65 വയസ്സാണ്. സുപ്രീം കോടതി ജഡ്ജിയുടെ വിരമിക്കൽ പ്രായം എത്രയാണ്? 65 വയസ്സ്. അടുത്തത് വളരെയധികം ഇമ്പോർട്ടൻറ്റ്, സുപ്രീം കോടതി ജഡ്ജിയായിട്ടുള്ള ആദ്യ വനിത ആരാ? ഫാത്തിമ ബീവി. സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യത്തെ വനിതയാണ് ഫാത്തിമ ബീവി. ഇന്ത്യയിൽ സുപ്രീം കോടതി സ്ഥാപിക്കപ്പെട്ട വർഷം ചോദിക്കാം. 1950 ജനുവരി 28. ഇന്ത്യയിൽ സുപ്രീം കോടതി സ്ഥാപിക്കപ്പെട്ട വർഷം 1950 ജനുവരി 28. ഇന്ത്യയിൽ സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണം ചോദിച്ചാൽ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ 34 പേരാണുള്ളത്. ഇന്ത്യയിലെ സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണം ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ 34 പേർ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെയും ജഡ്ജിമാരെയും നിയമിക്കുന്നത് ആര്? നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. നിയമിക്കുന്നത് രാഷ്ട്രപതി. അതുപോലെ തന്നെ ഈ പറയുന്ന ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നതും രാഷ്ട്രപതിയുടെ മുമ്പിലാണ്. ജഡ്ജിമാര് രാജിക്കത്ത് നൽകുന്നതും ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. ഇപ്പൊ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെയും ജഡ്ജിമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതി, ഇവർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് രാഷ്ട്രപതിയുടെ മുമ്പിൽ, രാജിക്കത്ത് നൽകുന്നത് രാഷ്ട്രപതിക്ക്. ഇനി ഇന്ത്യയിലെ സുപ്രീം കോടതി ജഡ്ജിമാരുടെ യോഗ്യതകൾ എന്തൊക്കെയാണ്? വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് സുപ്രീം കോടതി ജഡ്ജിമാരുടെ യോഗ്യത. 1, ഇന്ത്യൻ പൗരനായിരിക്കണം. 2, ഹൈക്കോടതി ജഡ്ജിയായിട്ട് 5 വർഷത്തെ പരിചയം വേണം. അല്ലെങ്കിൽ ഇവിടെ ഇന്ത്യൻ പൗരനായിരിക്കണം എന്നുള്ളത് ശരിയാണ്. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം ഓറാണ്, ഏതെങ്കിലും ഒന്ന് മതി. ഒന്നുകിൽ ഹൈക്കോടതി ജഡ്ജിയായിട്ട് 5 വർഷത്തെ പരിചയം വേണം, അല്ലെങ്കിൽ ഹൈക്കോടതിയിലെ അഭിഭാഷകൻ വക്കീലായിട്ട് 10 വർഷത്തെ പരിചയം വേണം, അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ അഭിപ്രായത്തിൽ പ്രഗത്ഭനായ ഒരു നിയമജ്ഞനായിരിക്കണം. ഇങ്ങനെയുള്ളവർക്കാണ് ഇന്ത്യയിൽ സുപ്രീം കോടതി ജഡ്ജി ആവാനുള്ള യോഗ്യത എന്ന് പറയുന്നത് കേട്ടോ. ഇന്ത്യൻ പൗരനായിരിക്കണം, പിന്നെയോ ഹൈക്കോടതി ജഡ്ജിയായിട്ട് 5 വർഷം, അല്ലെങ്കിൽ ഹൈക്കോടതി അഭിഭാഷകനായിട്ട് 10 വർഷം, അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ അഭിപ്രായത്തിൽ പ്രഗത്ഭനായ ഒരു നിയമജ്ഞനായിട്ടുള്ള വ്യക്തിക്കാണ് സുപ്രീം കോടതി ജഡ്ജി ആവാനുള്ള യോഗ്യത ഉള്ളത്. ഇനി ഇന്ത്യയിൽ സുപ്രീം കോടതി ജഡ്ജിമാരുടെ ശമ്പളവും ആനുകൂല്യങ്ങളും ഒക്കെ തീരുമാനിക്കുന്നത് ആരാണ്? പാർലമെന്റ് ആണെന്ന് ഓർക്കുക. ഇന്ത്യയിൽ സുപ്രീം കോടതി ജഡ്ജിമാരുടെ ശമ്പളവും ആനുകൂല്യങ്ങളും തീരുമാനിക്കുന്നത് ആരാണ്? പാർലമെന്റ് ആണ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? അപ്പം ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ചോദ്യവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശമില്ലാത്ത ആശയം ഏത്? ആമുഖത്തിൽ പരാമർശമില്ലാത്ത ആശയം തന്നിരിക്കുന്നത് സമത്വം, സാഹോദര്യം, ജനാധിപത്യം, വോട്ടവകാശം. ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. വോട്ടവകാശമാണ് ആമുഖത്തിൽ പരാമർശിച്ചിട്ടില്ലാത്തത്. അപ്പോൾ ഇത് ചോദ്യത്തിന്റെ ഉറവിടം SCERTയിലെ സ്റ്റാൻഡേർഡ് 7 സോഷ്യൽ സയൻസിലെ ചാപ്റ്റർ 10 ആണ്. അതിൽ നിന്നുമാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് SCERT ഫാക്ട്സ് കൊടുത്തിട്ടുണ്ട്. ഭരണഘടനയുടെ അടിസ്ഥാന ആദർശങ്ങളും മൂല്യങ്ങളും പ്രതിഫലിച്ചിരിക്കുന്നതാണ് എന്ത്? ഭരണഘടനയുടെ ആമുഖം എന്ന് പറയുന്നത്. ഭരണഘടനയുടെ ആമുഖം കാവ്യാത്മക ശൈലിയിൽ എഴുതിയതാരാണ്? അല്ലെങ്കിൽ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ആണ് ഭരണഘടനയുടെ ആമുഖം എഴുതിയത്, അല്ലെങ്കിൽ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി എന്ന് അറിയപ്പെടുന്നത്. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ സത്തയും ഭരണഘടനയുടെ താക്കോലുമാണ് ആമുഖം. അപ്പോൾ ആമുഖം അറിയപ്പെടുന്ന വിശേഷണങ്ങളാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ സത്ത എന്നറിയപ്പെടുന്നു, അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ താക്കോല് എന്നൊക്കെ അറിയപ്പെടുന്നത് ആമുഖമാണെന്ന് ഓർത്തിരിക്കുക. ഭരണഘടനയുടെ ഉദ്ദേശവും ലക്ഷ്യവും ആമുഖത്തിൽ വ്യക്തമാക്കുകയും കൃത്യമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന അടിസ്ഥാന ലക്ഷ്യങ്ങൾ എന്തൊക്കെ? ഇമ്പോർട്ടൻ്റ് ആണ്. ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന അടിസ്ഥാന ലക്ഷ്യങ്ങളാണ് പരമാധികാരം, സ്ഥിതിസമത്വം, മതേതരത്വം, ജനാധിപത്യം, റിപ്പബ്ലിക്. പരമാധികാരം, സ്ഥിതിസമത്വം, മതേതരത്വം, ജനാധിപത്യം, റിപ്പബ്ലിക് എന്നിവ. അപ്പോൾ അതിൽ ഓരോന്നും എന്താണെന്നുള്ളതും നമുക്ക് കൃത്യമായിട്ട് SCERTയിൽ കൊടുത്തിട്ടുണ്ട്. പരമാധികാരം എന്നാൽ എന്താണ്?
ബാഹ്യവും ആഭ്യന്തരവുമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിനുള്ള രാഷ്ട്രത്തിന്റെ അധികാരമാണ് പരമാധികാരം. സ്ഥിതിസമത്വം എന്നാൽ സമൂഹത്തിലെ സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ അസമത്വങ്ങളെ കുറിച്ചുള്ള സാമൂഹ്യ നീതി ഉറപ്പാക്കുക. അതാണ് സ്ഥിതിസമത്വം. മതേതരത്വം എന്നാൽ ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും പൗരന്മാർക്കുള്ള അവകാശം. രാഷ്ട്രം ഒരു മതത്തോടും വിവേചനം കാണിക്കില്ല. രാഷ്ട്രത്തിന് ഔദ്യോഗിക മതമില്ല എന്ന് പറയുന്നതാണ് മതേതരത്വം. ഇനി ജനാധിപത്യം എന്നാൽ എന്താണ്? ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളിലൂടെ ഭരണം നടപ്പിലാക്കുന്നു. അതാണ് ജനാധിപത്യം. ഇനി റിപ്പബ്ലിക് എന്ന് വെച്ചാൽ എന്താണ്? രാഷ്ട്രത്തലവനെ തിരഞ്ഞെടുപ്പിലൂടെ നിശ്ചയിക്കുന്നതാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ആമുഖത്തില് നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം തുടങ്ങി പൗരന്മാർക്ക് രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ലക്ഷ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം തുടങ്ങി പൗരന്മാർക്ക് രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ലക്ഷ്യങ്ങളും കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ആമുഖത്തിൽ ഇന്ത്യ എങ്ങനെയാ പറയുന്നത്? ഇന്ത്യ എന്നത് ഒരു പരമാധികാര, സ്ഥിതി സമത്വ, മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആയിരിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു. ആമുഖത്തിൽ എങ്ങനെയാണ് പ്രഖ്യാപിക്കുന്നത്? ഇന്ത്യ ഒരു പരമാധികാര, സ്ഥിതി സമത്വ, മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആയിരിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു. ചില സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക ലക്ഷ്യങ്ങൾ ഉറപ്പുവരുത്തുമെന്ന് ആമുഖം പ്രസ്താവിക്കുന്നു. ഇനി ആമുഖത്തിൽ വിഭാവനം ചെയ്തിരിക്കുന്ന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വ്യവസ്ഥകളാണ്: 1 മൗലിക അവകാശങ്ങൾ, 2 നിർദ്ദേശക തത്വങ്ങൾ, 3 മൗലിക കർത്തവ്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അഡീഷണൽ ഫാക്ട്സ് നോക്കാം. ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി നമ്മൾ നേരത്തെ പറഞ്ഞു, ജവഹർലാൽ നെഹ്റു. ഈ ആമുഖം എന്ന് പറയുന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്ത് നിന്നാണ്? അമേരിക്കയുടെ കയ്യിൽ നിന്നുമാണ്. ആമുഖം എന്ന് പറയുന്ന ആശയം കടമെടുത്തിരിക്കുന്നത് അമേരിക്കയുടെ കയ്യിൽ നിന്നുമാണ്. ആമുഖത്തിന് അടിസ്ഥാനമായ ലക്ഷ്യപ്രമേയം ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ചത്. അപ്പോൾ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ആമുഖമായിട്ട് മാറുന്നത്. സോ ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് 1946 ഡിസംബർ 13-നാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, വർഷം വിത്ത് ഡേറ്റ് തന്നെ ഓർത്തിരിക്കുക. 1946 ഡിസംബർ 13. ഈ ലക്ഷ്യപ്രമേയത്തെ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ പിറ്റത്തെ വർഷം 1947 ജനുവരി 22-ന് 1947 ജനുവരി 22-നാണ് ലക്ഷ്യപ്രമേയം ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിക്കുന്നത്. ഇനി ആമുഖത്തിന്റെ 4 ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഭരണഘടനയുടെ അധികാരത്തിന്റെ ഉറവിടം ജനങ്ങളാണ്. ഇതാണ് ആദ്യത്തെ പോയിന്റ് പറയുന്നത്. ആമുഖത്തിന് 4 ഘടകങ്ങളാണുള്ളത്. 1 ഭരണഘടനയുടെ അധികാരത്തിന്റെ ഉറവിടം എന്ന് പറയുന്നത്, ഊർജ സ്രോതസ് എന്ന് പറയുന്നത് ജനങ്ങളാണ്. ആമുഖം വ്യക്തമാക്കുന്നത് ഈ അധികാരം ജനങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് എന്നാണ്. ഇനി രണ്ടാമത്തെ അധികാരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഘടകം എന്ന് പറയുന്നത്, ഇന്ത്യ ഒരു പരമാധികാര, സോഷ്യലിസ്റ്റ്, മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആണ് എന്നുള്ളത്. മൂന്നാമത് ഭരണഘടനയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? സാഹോദര്യം, സ്വാതന്ത്ര്യം, സമത്വം, നീതി എന്നിവയാണ് ഭരണഘടനയുടെ ലക്ഷ്യങ്ങൾ. നാലാമതായിട്ട് പറയുന്നത് ഭരണഘടന സ്വീകരിക്കപ്പെട്ട തീയതി 1949 നവംബർ 26 അപ്പോൾ എങ്ങനെയും ചോദിക്കാറുണ്ട്, ആമുഖത്തിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ള ഒരേ ഒരു വർഷം ഏതാണ്? 1949 നവംബർ 26 എന്നുള്ളത്. ഇനി ആമുഖത്തിൽ ഭേദഗതി ഒരേ ഒരു തവണയാണ് ആമുഖത്തിൽ ഭേദഗതി നടന്നിട്ടുള്ളൂ. അതാണ് 42ാം ഭേദഗതി. ഈ 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകളാണ് സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത്. സോഷ്യലിസ്റ്റ് എന്നാൽ സ്ഥിതിസമത്വം, സെക്യുലർ എന്നാൽ മതേതരത്വം, ഇന്റഗ്രിറ്റി എന്നാൽ അഖണ്ഡത. സ്ഥിതിസമത്വം, മതേതരത്വം, അഖണ്ഡത, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി എന്നിവയാണ് 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകൾ എന്ന് പറയുന്നത്. ഇനി ആമുഖം എന്നത് നിയമനിർമ്മാണ സഭയുടെ അധികാരത്തിന്റെ ഉറവിടമോ നിയമനിർമ്മാണ സഭയുടെ മേലുള്ള നിയന്ത്രണമോ അല്ല. ആമുഖം, അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, ആമുഖം ന്യായവാദത്തിന് അർഹമല്ല, നോൺ ജസ്റ്റിസിയബിൾ ആണ്. ആമുഖം നോൺ ജസ്റ്റിസിയബിൾ ആണ്, ന്യായവാദത്തിന് അർഹമല്ല. ആമുഖം ഒരേ ഒരു തവണ മാത്രമേ ഭേദഗതി ചെയ്തിട്ടുള്ളൂ. എത്ര തവണയാണ്? ഒരേ ഒരു തവണ. നമ്മൾ പറഞ്ഞു 42ാം ഭേദഗതി. ഇനി ആമുഖത്തിന്റെ ഭേദഗതിയുമായി ബന്ധപ്പെട്ട കേസുകൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
ബെറുബാറി യൂണിയൻ കേസ് 1960, വർഷങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ബെറുബാറി യൂണിയൻ കേസ് 1960, കേശവാനന്ദ ഭാരതി കേസ് 1973, യൂണിയൻ ഓഫ് ഇന്ത്യ വേഴ്സസ് LIC ഓഫ് ഇന്ത്യ 1995. ഈ 3 കേസുകളാണ് ആമുഖത്തിന്റെ ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ടത്. ഇനി കുറച്ച് വിശേഷണങ്ങൾ നോക്കാം. ദൈവത്തിന്റെ നാമത്തിൽ എന്ന വാക്യത്തോടെ ആമുഖം ആരംഭിക്കണം എന്ന് അഭിപ്രായപ്പെട്ടത് ആര്? അപ്പോൾ ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന് പറഞ്ഞിട്ടാണ് അല്ലേ. അതിന് പകരം ദൈവത്തിന്റെ നാമത്തിൽ എന്നാണ് ആമുഖം ആരംഭിക്കേണ്ടത് എന്ന് അഭിപ്രായപ്പെട്ടത് HV കമ്മത്താണ്. HV കമ്മത്ത്. ഭരണഘടനയിൽ ആമുഖമടങ്ങിയ പേജിനെ അലങ്കരിച്ച് മനോഹരമാക്കിയത് ആര്? അപ്പൊ ആമുഖത്തിന്റെ പേജ് അലങ്കരിച്ചത് ആരാണ്? റാം മനോഹർ സിൻഹ. അപ്പൊ ഭരണഘടനയിലെ ആമുഖമടങ്ങിയ പേജിനെ അലങ്കരിച്ച് മനോഹരമാക്കിയത് മനോഹർ സിൻഹ. ഇനി ആമുഖത്തിൽ സാഹോദര്യം എന്ന് പറയുന്ന വാക്ക് നിർദ്ദേശിച്ചത് BR അംബേദ്കർ ആണ്. സാഹോദര്യം എന്ന് പറയുമ്പോൾ നമുക്ക് ബ്രോ എന്നുള്ള രീതിയിൽ എടുക്കാം അല്ലെ. അപ്പൊ BR അംബേദ്കർ ആണ് സാഹോദര്യം എന്ന് പറയുന്ന വാക്ക് നിർദ്ദേശിച്ചത്. മനോഹരമാക്കിയത് മനോഹർ സിൻഹ. ദൈവത്തിന്റെ നാമത്തിൽ എന്നുള്ളത് ആരംഭിക്കണം എന്ന് പറഞ്ഞത് HV കമ്മത്ത്. ഇനി ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണമെന്ന ആശയം ആദ്യമായിട്ട് ഉന്നയിച്ച വ്യക്തി BN റാവു ആണ്. ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണമെന്ന് പറയുന്ന ആശയം ആദ്യമായിട്ട് ഉന്നയിച്ച വ്യക്തിയാണ് ആര്? BN റാവു എന്ന് പറയുന്നത്. ഇനി ഭരണഘടനയുടെ ആമുഖത്തിന്റെ വിശേഷണങ്ങളാണ് പറയുന്നത്. ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് NA പൽഖിവാലയാണ്. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. അതായത് തിരിച്ചറിയൽ കാർഡിൽ എന്നെ കണ്ടാൽ തിരിച്ചറിയൂല അല്ലേ. തിരിച്ചറിയൽ കാർഡിൽ എന്നെ കണ്ടാൽ തിരിച്ചറിയില്ല. അപ്പോൾ NA പൽഖിവാലയാണ് ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത്. അടുത്തത് രാഷ്ട്രീയ ജാതകം. ഭരണഘടനയുടെ ആമുഖത്തെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് KM മുൻഷിയാണ്. അപ്പം നമ്മൾ ജാതകം നോക്കുന്നത് കല്യാണത്തിനാണ്. അപ്പോൾ കല്യാണം എന്നുള്ളതിനെ നമ്മൾ ലാസ്റ്റും ഫസ്റ്റും ലെറ്റർ ഒന്ന് എടുത്ത് നോക്കിയാൽ KM എന്ന് കിട്ടും അല്ലേ. അപ്പോൾ KM മുൻഷിയാണ് രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത്. ഇനി ഭരണഘടനയുടെ കീ നോട്ട് എന്ന് വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കർ ആണ്. അപ്പോൾ കീ ഉണ്ടെങ്കിലേ നമുക്ക് ബാറൊക്കെ തുറക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ ഭരണഘടനയുടെ കീ നോട്ട് എന്ന് വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കർ ആണെന്ന് ഓർത്തിരിക്കുക. ഇനി ഭരണഘടനയുടെ ആത്മാവ്, ഭരണഘടനയുടെ രത്നം, ഭരണഘടനയുടെ മൂല്യം, അളക്കുന്നതിനുള്ള ശരിയായ അളവുകൾ, ഇങ്ങനെയെല്ലാം വിശേഷിപ്പിച്ചത് പണ്ഡിറ്റ് താക്കൂർ ദാസ് ഭാർഗവാണ്. അപ്പം ഇങ്ങനെ ഓർക്കാം, ഭാർഗവ് എന്ന് പറയുമ്പോൾ ഭാർഗവി നിലയം. അപ്പോൾ ഭാർഗവി നിലയത്തിലൊക്കെ എന്താണ്, നമ്മൾ വാതിലൊക്കെ തുറന്നു കഴിഞ്ഞാൽ ആത്മാവിനെ കാണാൻ പറ്റും അല്ലേ. അപ്പോൾ അവിടെ എന്താണ് ഒരു അമൂല്യമായിട്ടുള്ള രത്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ള രീതിയിലൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. അപ്പോൾ പണ്ഡിറ്റ് താക്കൂർ ദാസ് ഭാർഗവാണ് ഭരണഘടനയുടെ ആത്മാവ്, ഭരണഘടനയുടെ രത്നം, ഭരണഘടനയുടെ മൂല്യം അളക്കുന്നതിനുള്ള ശരിയായ അളവുകോൽ എന്നിങ്ങനെയൊക്കെ വിശേഷിപ്പിച്ചത്. ഇനി നാം ഇത്രയും കാലം ചിന്തിച്ചിരുന്നതോ സ്വപ്നം കണ്ടതോ ആയ കാര്യങ്ങൾ ആമുഖം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞത് സർ അല്ലാടി കൃഷ്ണസ്വാമി അയ്യറാണ്. ആരാണ്? സർ അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോളജി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോളജി പാർക്കാണ്, അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോളജി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ C ആണ്, തിരുവനന്തപുരം. അപ്പോൾ ഇത് ചോദ്യത്തിന്റെ ഉറവിടം എന്ന് പറയുന്നത് ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓഫ് ടെക്നോ പാർക്കാണ്. അപ്പോൾ അതിൽ നിന്നുള്ള അഡീഷണൽ ഫാക്ട്സ് നമുക്ക് നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ IT പാർക്ക് എന്ന് പറയുന്നതാണ് ടെക്നോ പാർക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ IT പാർക്ക് ഏതാണ്? അതാണ് ടെക്നോ പാർക്ക്. ടെക്നോ പാർക്ക് നിലവിൽ വന്നത് 1990-ലാണ്. ആസ്ഥാനം തിരുവനന്തപുരം. ടെക്നോ പാർക്ക് നിലവിൽ വന്നത് 1990, ആസ്ഥാനം തിരുവനന്തപുരം. ഇനി 1955-ലെ ട്രാവൻകൂർ കൊച്ചി ലിറ്റററി സയന്റിഫിക് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത കേരള സർക്കാരിന്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള സ്വയംഭരണ സ്ഥാപനമാണ് ടെക്നോ പാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ 1955-ലെ ട്രാവൻകൂർ കൊച്ചി ലിറ്റററി സയന്റിഫിക് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള സ്വയംഭരണ സ്ഥാപനമാണ് ടെക്നോ പാർക്ക്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ്. ഇന്ത്യയിലെ ആദ്യ ബയോളജിക്കൽ പാർക്ക്. ഇന്ത്യയിലെ ആദ്യ ബയോളജിക്കൽ പാർക്ക് എവിടെയാണ്? അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്കാണ് തിരുവനന്തപുരം. അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്ക് തിരുവനന്തപുരമാണ് ഇന്ത്യയിലെ ആദ്യ ബയോളജിക്കൽ പാർക്ക്. ഇനി ഇന്ത്യയിലെ ആദ്യ തേനീച്ച പാർക്ക് ചോദിച്ചാൽ മാവേലിക്കരയാണ്. ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയാണ് ഇന്ത്യയിലെ ആദ്യത്തെ തേനീച്ച പാർക്ക്. ഇന്ത്യയിലെ ആദ്യ റബ്ബർ പാർക്ക് ചോദിച്ചാൽ ഐരാപുരമാണ്, എറണാകുളം. ഇന്ത്യയിലെ ആദ്യ റബ്ബർ പാർക്ക് ഐരാപുരം, എറണാകുളം.
ഇന്ത്യയിലെ ആദ്യ അക്വാ ടെക്നോളജി പാർക്ക് കൊടുങ്ങല്ലൂരാണ്, ആലുവ, എറണാകുളം. ഇന്ത്യയിലെ ആദ്യ അക്വാ ടെക്നോളജി പാർക്ക് കൊടുങ്ങല്ലൂർ, ആലുവ, എറണാകുളം. ഇമ്പോർട്ടൻ്റ് ആണ് ഈ പോയിന്റ്സ് 4 ഓർത്തിരിക്കുക. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ IT പാർക്ക് ചോദിച്ചാലോ? ഇന്ത്യയിലെ ഏറ്റവും വലിയ IT പാർക്ക് ചോദിച്ചാൽ ടെക്നോ പാർക്കാണ്. ടെക്നോ പാർക്ക് ഔദ്യോഗികമായി രാഷ്ട്രത്തിന് സമർപ്പിച്ചത് 1995-ലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ തൊഴിലധിഷ്ഠിത ക്യാമ്പസ് ആണ് ടെക്നോ പാർക്ക്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ തൊഴിലധിഷ്ഠിത ക്യാമ്പസ് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ടെക്നോ പാർക്കാണ്. ടെക്നോ പാർക്കിന്റെ നിർദ്ദിഷ്ട 4ാം ഘട്ട വികസന പദ്ധതിയാണ് ടെക്നോ സിറ്റി. ടെക്നോ പാർക്കിന്റെ നിർദ്ദിഷ്ട 4ാം ഘട്ട വികസന പദ്ധതിയാണ് ടെക്നോ സിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി കേരളത്തിൽ ഇൻഫോ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊച്ചിയിലാണ്. കേരളത്തിൽ ഇൻഫോ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. ഇൻഫോ പാർക്ക് നിലവിൽ വന്നത് എന്നാന്ന് ചോദിച്ചാൽ 2004-ലാണ്. ഇൻഫോ പാർക്ക് നിലവിൽ വന്നത് 2004. തിരുവനന്തപുരത്തെ ടെക്നോ പാർക്കിന്റെയും കൊച്ചിയിലെ ഇൻഫോ പാർക്കിന്റെയും മാതൃകയിൽ കോഴിക്കോട് സ്ഥാപിതമാകുന്നതാണ് സൈബർ പാർക്ക് കേട്ടോ. 2009 തിരുവനന്തപുരത്തെ ടെക്നോ പാർക്കിന്റെയും കൊച്ചിയിലെ ഇൻഫോ പാർക്കിന്റെയും മാതൃകയിൽ കോഴിക്കോടിൽ സ്ഥാപിതമായതാണ് സൈബർ പാർക്ക് 2009 എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ സോഡിയാക് പബ്ലിക്കേഷൻ്റെ പുസ്തകം വാങ്ങിക്കാൻ കഴിയാത്തവർക്ക് വേണ്ടിയിട്ട് അതിൽ മാക്സിമം പോയിന്റ്സ് അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. SCERT, NCERT ഫാക്ട്സ്, അതല്ലാതെ അഡീഷണൽ ഫാക്ട്സ്, പിന്നെ ഓരോ ചോദ്യത്തിൻ്റെയും സോഴ്സ് അല്ലെ, ചോദ്യത്തിൻ്റെ ഉറവിടം എവിടെ നിന്നാണെന്ന് കൃത്യമായിട്ട് കൊടുത്തിട്ടാണ് റിലേറ്റഡ് ഫാക്ട്സും കൂടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതിനു മുൻപ് പുസ്തകം വാങ്ങിച്ചവരൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. നിങ്ങൾക്ക് പുസ്തകം കംപ്ലീറ്റ് ആയിട്ട് 2023 മുഴുവൻ ചോദ്യപേപ്പറും 2024 പ്രധാനപ്പെട്ട ചോദ്യപേപ്പറും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അത് മൊത്തത്തിൽ വേണമെന്നുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുസ്തകം ലഭിക്കുന്നതാണ്. അതല്ലാതെ വാങ്ങിക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്ലാസ്സുകൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് വരുന്ന LDCക്കാണെങ്കിലും LGSനാണെങ്കിലും ഡിഗ്രി ലെവൽ എക്സാംസിനാണെങ്കിലും എല്ലാ പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവരും നിർബന്ധമായും പഠിച്ചിരിക്കേണ്ടതാണ്. നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള PSC പരീക്ഷകളിലെ ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിവരങ്ങളും എന്ന് പറയുന്നത്. സോ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു സീരീസിലൂടെ ചെയ്യുന്നത്. അപ്പോൾ വീക്ക്ലി 2 ക്ലാസ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് ആണ്, അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും താഴെ കമൻറ്റായിട്ട് അറിയിക്കാവുന്നതാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക് യു.